ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് സ്റ്റേക്കാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് തരണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല ലൈക്കും കമൻറ്റും തരണം. നമുക്ക് ഉടനെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനൊന്ന് മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മസ്റ്റർഡ് സോസ്, 1 ടേബിൾ സ്പൂൺ ബാൽസമിക് വിനീഗർ, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഡാർക്ക് സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്. ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിരുന്നോട്ടോ, സോയാ സോസിൽ ഉപ്പുള്ളതാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ബീഫ് ഇങ്ങനെ ഓരോ സ്ലൈസ് ആക്കിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് ഇതൊരു ഓവർനൈറ്റ് വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഒരു 6-7 മണിക്കൂർ വെക്കും. എപ്പോഴും ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടും ടെൻഡറായിട്ടും കിട്ടും. പിന്നെ ബീഫ് എടുക്കുമ്പോഴും നമ്മൾ നല്ല ടെൻഡറായിട്ടുള്ള ബീഫ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് നമുക്ക് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് സ്റ്റേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ, കുറച്ച് ഒലീവ് ഓയിലും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ചട്ടിക്ക് നല്ല ചൂട് വേണം, നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇതിലേക്ക് ബീഫ്, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒരു സൈഡ് കഴിക്കാം. കറക്റ്റ് 5 മിനിറ്റ് മൂടി വെച്ച് കഴിക്കാം. നമുക്ക് ബീഫ് തിരിച്ചിടാം. നമ്മുടെ സ്റ്റേക്ക് ആയിട്ടുണ്ട്. ഹലോ, നമ്മുടെ സ്റ്റേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ മഷ്റൂം സോസിൻ്റെ കൂടെയാണ് അത് സെർവ് ചെയ്യുന്നത്. സോസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.